ഈ വിവരം കെട്ടവന്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇവന് പേരോടുസ്താദ് പേരോടുസ്താദിനെ ഇബ്നു തൈമിയയിലേക്ക് ചേർക്കാൻ അവനിക്ക് മാതൃക ആരാണെന്ന് പറഞ്ഞറിയോ? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളാണ്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളാണ്. ഇത്തര വിവരം കെട്ടവൻ അള്ളാന്റെ ദുനിയാവിൽ ഉണ്ടാവൂല. അത്രയും വിവരം കെട്ടവനാണ് ഇവന്. ഓനൊന്ന് പറയട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഷാ അല്ലാഹ് അതിലേക്ക് കയറാം. എന്നിട്ട് നമുക്ക് സിറാജുൽ ഹുദന്റെ കറാമത്തൊന്നാണ് പറയാം. ഇബ്നു ഹജർ തങ്ങൾ പറയാ, ആ വലിച്ചു കയറ്റിയ ശാപത്തിന്റെ ഉടമയായ ശപിക്കപ്പെട്ടവനായ ഇബ്നു തൈമിയെ കുറിച്ച് വിശ്വസിച്ചു കൊള്ളണം. ആയിക്കോട്ടെ, ഇബ്നു തൈമിയെ വിശ്വസിച്ചു കൊള്ളണം. എന്നിട്ട് ഓന് ഇബാറത്തൊക്കെ വായിക്കണം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇബാറത്തൊക്കെ ഒരു 4 വട്ടെങ്കിലും മുത്താല ഇതിന്റെക്കാരും പോയിക്കണത്. അവൻ മുബ്തദിയാണ്, പുത്തംവാദിയാണ്, ലാലാണ്, മുളിലാണ്, ജാഹിലാണ്, വഴി പിഴച്ചവനാണ്, വഴി പിഴപ്പിക്കുന്നവനാണ്, പമ്പര വിഡ്ഢിയാണ്, വിവരമില്ലാത്ത വിവരദോഷിയാണ്, ജാഹിലാണ്. ഇതന്നെ ചങ്ങായി അന്നെ ഞങ്ങൾ പറയണതേ. അന്നയും അന്റെ നൗഷാദിനെയും കുഞ്ഞേമീനെയും പമ്പൈസിനെയും അതുപോലെ തന്നെ എന്റെ ഗ്ലോബൽ ഷെയ്ഖിനെയും ഞങ്ങൾ പറയണ അതന്നെയാണ്. പമ്പര വിഡ്ഢികളാണ് നിങ്ങൾ. അതിൽ യാതൊരു തർക്കമല്ലല്ലോ. പമ്പര വിഡ്ഢികളാണ് നിങ്ങൾ. ഇതന്നെ ഞങ്ങൾ പേരോടിനെ പറ്റിയും പറയണം. അതിന് ഞങ്ങൾക്കാരാ മാതൃക? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളാ. ഇതാണ് ഓൻ പേരോടിനെ പറ്റി പറയണത്. ഇതിന് മാതൃക ആരാണ്? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള്. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ പേരിൽ ഈ ആദി രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെച്ചാല് അള്ളാഹു തആല എന്നെ വെറുതെ വിടുന്നതിനേക്കാരെന്നറിയോ? എന്താണ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഒക്കെ പറഞ്ഞോട്ട് വെച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ചിലപ്പോ ഭൂമിയിലേക്ക് താന്നു പോവും. ബലാമിനുവായൂറ താന്ന മാതിരി താന്നു പോവും. ആ അത്ര വൃത്തികെട്ട വാക്കുകൾ വെച്ച് സംസാരിക്കണേ. എന്താ മനസ്സിലാക്കിക്കണേ? പേരോടുസ്ഥാനെ സംബന്ധിച്ച് പേരോടുസ്ഥാനെ സംബന്ധിച്ച് ഈ കേരളക്കരയിൽ ജീവിച്ചിരിപ്പുള്ളവരും കഴിഞ്ഞു പോയവരും ഇരു സംഘടനക്കാരും എല്ലാവരും സമ്മതിക്കപ്പെട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹം. എനിക്ക് സുന്നത്യമായത്തോടെ പറയണത് പറ്റണില്ലല്ലേ? ഇസ്ലാമിന് സുന്നത്യമായത്തോടെ പറയണത് പറ്റണില്ലല്ലേ? അതിനു വേണ്ടിക്കൊണ്ടാണ് പേരോടുസ്ഥാനെ നെഞ്ഞത്ത് കയറാൻ നോക്കണേലേ. നടക്കൂല മോനെ. അത് ഇബ്ലീസാണ് എന്ന് പറഞ്ഞാലും ദുനിയാവിൽ നടക്കാൻ പോണ കാര്യമല്ല. മനസ്സിലായി എനിക്ക്? അത് ഇബ്ലീസിന്റെ പട്ടികയിൽ ആരാണ് എന്നുള്ളത് ലോക മുസ്ലിമീങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇനി കുറ്റ്യാടി ചെന്നുകൊണ്ട് നടത്തിയ പ്രസംഗാണിത്. എല്ലാ പ്രസംഗത്തിലും വൈരുദ്ധ്യമുണ്ട്. അത് വേറെ വിഷയം. അതിന്റെ മുന്നേ പ്രസംഗം നമ്മൾ കേട്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്താണ് ആ വാക്ക്? അള്ളാഹു ആയാലും. ഇതൊക്കെ അവിടെ നടത്തിയ പ്രസംഗത്തിൽ വന്നതാണ്. അതുപോലെ തന്നെ ഇനി ഒരു പ്രസംഗം പ്രസംഗിക്കുന്നുണ്ട്. ഈ കുഞ്ഞേമ പറയുന്നുണ്ട്. എന്താ പറയണറിയോ? ഷാഫി ഇമാമിന്റെ ഉസ്താദിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതൊക്കെടാ കുറ്റ്യാടി സിറാജുൽ ഹുദന്റെ കറാമത്താണ്. കുറ്റ്യാടി സിറാജുൽ ഹുദന്റെ അതിന്റെ എന്താണ് അത്ഭുതങ്ങളാണ്. അന്റെ വാക്കിന് പിഴവൊക്കെ അവിടെ ചെന്നിട്ട് പറയുമ്പോ വരുന്നെന്താ രീതി? അവിടുത്തെ അത്ഭുത ആ കുറ്റ്യാടിത്തെ അത്ഭുതാണ്. ആ കുറ്റ്യാടിയിലൊരു മുതലുണ്ട്, ഒരു മാണിക്കക്കല്ലുണ്ട്, ഒരു പുകലുണ്ട്. ആ നാട്ടിൽ ചെന്നിട്ടാ കുത്തിത്തിരിപ്പ് പറയണത്. വാക്കിന് പേക്കും, നടത്തത്ത് പേക്കും, കഴിഞ്ഞുകൊണ്ടിടത്തൊക്കെ പേക്കും. ഇതെന്തേ കരുതിയത്? മാണിക്കക്കല്ലിന് എന്തേ കരുതിയത്? ഷാഫി ഇമാമിന്റെ ഉസ്താദിനൊന്ന് പറയട്ടെ. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. 30 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. കേട്ടില്ലേ നിങ്ങള്? എന്തേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. 30 ലക്ഷത്തോളം മനപ്പാടമുള്ള പേക്കൂടാനക്ക് അനക്ക് പേക്കും. ഞങ്ങളെ മാണിക്കക്കല്ല് പുകലിന്റെ നാട്ടിൽ ചെന്നിട്ടാച്ച് പറയണത്. പേക്കും എനിക്ക് പറയാൻ കിട്ടൂല. എപ്പോഴാണ് അവഞ്ഞി തൊള്ള പൊളിക്കുമ്പോ വർത്താനം പറയാൻ വയ്ക്കാതിരിക്കുക. അത് മനസ്സിലാക്കിക്കോ. ഇപ്പൊ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേക്കനൊടുത്തിയില്ലേ? പൊന്നമുളുസ്ഥാനെ കുറെ കളിയാക്കിയല്ലോ അല്ലേ? വാക്ക് പേക്കനൊടുത്തി. ഇപ്പൊ എന്താ അവൻ പറഞ്ഞത്? 30 ലക്ഷത്തോളം മനപ്പാടമുള്ള ഷാഫി ഇമാമിന്റെ ഉസ്താദ് ഷാഫീൻ. 30 ലക്ഷത്തോളം മനപ്പാടമുള്ള ഷാഫി ഇമാമിന്റെ ഉസ്താദ് ഷാഫീൻ. നല്ലോണം ഉഷാറാക്കി ഇങ്ങനെ പറയാ.
അതന്നെ പേക്കും. എന്നിട്ടോ ഇനി ഈ മസാല, അതാ രസം, ഈ വിഷയം അറിയാൻ വേണ്ടിക്കൊണ്ട് കാസർഗോഡോ എവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ നൗഷാദിനെ വിളിച്ചു. നൗഷാദാണുള്ള പോലെ വൈകാട്ടി ഓരോ വലിയ ഷെയ്ഖ്. അപ്പൊ നൗഷാദിനൊന്ന് വിളിച്ചു. നൗഷാദിനെ വിളിച്ചപ്പോ ഈ കാര്യം അറിയാൻ വേണ്ടിട്ട് ആ കുട്ടി വിളിച്ചത്. വിളിച്ചപ്പോ പറഞ്ഞത് വർത്താനം കേട്ടോ കാണി, ഇതാ ഒന്ന് കേട്ടോ നോക്കി. അതെ, അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണോ? അങ്ങനെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ കാണുന്നുണ്ട്. ആ, സുഗന്ധം നല്ല രാവിലെ കുടിക്കണം, മരുന്നൊക്കെ കഴിച്ചില്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞ ശരിയാവുള്ളൂ. കേട്ടില്ല നിങ്ങള് എന്താ പറഞ്ഞേ? ഷാഫി ഇമാമിന്റെ ഉസ്താദ് ഷാഫി എന്നാണല്ലോ ഈ ആള് കുഞ്ഞാമത് അവിടെ വെച്ചിട്ട് പ്രസംഗിച്ചത്. അത് അങ്ങനെ തന്നെയാണോ? എന്താണത്? സംഗതി തെറ്റിയതാണോ അതോ അത് അങ്ങനെ തന്നെയാണോ എന്താണോ എന്ന് അറിയാൻ വേണ്ടി നാടൻ ചങ്ങായി വിളിച്ചതാണ് നൗഷാദിന്, വലിയ ഷെയ്ഖിന്, എഴുതി കൊടുക്കണ ഷെയ്ഖിന്. അങ്ങനെ വിളിച്ചു നോക്കുമ്പോ പറയണേ, സുഗന്ധനല്ലേ രാവിലെ കുടിച്ചനെ ഗുളികൊക്കെ കുടിച്ചില്ലേ, രാവിലെ കുടിച്ചനെ ഗുളികൊക്കെ കുടിച്ചിട്ടില്ലേ, അത് കൃത്യമായിട്ട് കുടിച്ചണം കേട്ടോ കാണി. അതാ പറയണേ, കുടിക്കണം, മരുന്നൊക്കെ കഴിച്ചില്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞ ആ ഗുളിക വിടാതെ കഴിക്കണം. അതായിരുന്നു മറുപടി. ഒരു എന്ത് പറയണേ, ഇവൻ ഷാഫി ഇമാമിന്റെ ഉസ്താദിനെ പറ്റിയാണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണതൊക്കെ, ഇത്തരമാത്രം അപരാധം പറയുന്ന വർഗം അള്ളാഹു ഉലകം ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രയും അപരാധം പറയുന്നവരാണ് ഈ കുരുവട്ടൂരി സംഘം എന്നുള്ളത്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം ജനങ്ങൾ. വെറുതെ താടിയും തലീക്കെട്ടും ജുബയും വലിയ പുതപ്പും കണ്ടുകാണ്ട് പിന്നെ കൂടാൻ ആരും ശ്രമിക്കണ്ട. ദുനിയാവും പോവും ആഖിറവും പോവും. എനിക്ക് അറിയുന്ന പല സുഹൃത്തുക്കൾ നല്ല നല്ല കച്ചവടം നടത്തിയിരുന്ന ആ മേലാറ്റൂർ ഭാഗത്തൊക്കെ 2-3 JCBയും 3-4 ടിപ്പറും ഇങ്ങനെ പണിക്കാരും ആളുകളെ കൊണ്ട് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവരെ കെണിപ്പെട്ട് ഉള്ള പറമ്പും വിറ്റു, വണ്ടികൾ മുഴുവൻ വിറ്റുപോയി, വീടും പണയത്തിലാക്കി, എല്ലാ ഷെയ്ഖിന്റെ അടുത്ത് കൊണ്ടേ കൊടുത്ത് ഇപ്പൊ പലിശക്കും തിന്ന് നടക്കുക, പണയം വെച്ചിക്കുക, ലോൺ എടുത്തിട്ടാണ് നടക്കുന്നത്, പലിശയായിട്ടാണ് നടക്കുന്നത്. ഇത് ആരോട് ഓർഡറാ? ഓരോട് പറയാ ഷെയ്ഖ് കണ്ണിയും പീറ്റ് ഇങ്ങനെ നോക്കിയിട്ട് പറയും അടുത്ത പരിപാടിക്ക് ഉള്ള പൈസ ഇറക്കേണ്ട ഇച്ചാണ്. എന്നിട്ട് ആ സാധു എവിടെയുള്ള വെച്ചാൽ അവിടെ കൊണ്ടുപോയാണ്ട് വിറ്റുകാണ്ട് എന്തായാലും വേണ്ടില്ല ഷെയ്ഖ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, കൊണ്ടേ കൊടുക്കുകയാണ്. ഈ രൂപത്തിലുള്ള കള്ളന്മാരുടെ പിന്നിൽ എന്തിനു സുഹൃത്തുക്കളെ നിങ്ങൾ കൂടുന്നു? നിങ്ങൾക്ക് ഇപ്പോഴും നേരം കൊടുത്തിട്ടില്ലേ? ഈ ആദി അലവരാദികളോടൊപ്പം കൂടുന്നെന്തിനാണ്? നമ്മൾ പഠിച്ചൊരു ശൈലിയുണ്ട്. ആ ശൈലിയുടെ അപ്പുറത്ത് എന്തിന് നമ്മൾ നിലനിൽക്കുന്നു? ഈ കാട്ടുകള്ളന്മാരോടൊപ്പം നിൽക്കണെന്തിന്? ഈ മതപണ്ഡിതന്മാരെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത വലിയ വലിയ വൃക്ഷങ്ങളാക്കിയ പണ്ഡിതന്മാരുടെ ഉസ്താദുമാരെ ഈ കോലത്തിൽ തെരുവുകളിൽ പരസ്യമായിക്കൊണ്ട് അനാവശ്യം പറയുന്ന ഇവരോടൊപ്പം ആ സദസ്സിൽ പോയിരിക്കുന്ന ആളുകൾ തന്നെ സൂക്ഷിച്ചോളണം. അള്ളാന്റെ ലഅനത്തിറങ്ങിപ്പോവും ചിലപ്പോ. അത്രമാത്രം വാക്കുകളാ പറയുന്നത്. കുറ്റ്യാടി ചെന്ന് കണ്ട് പറഞ്ഞതാ, കുറ്റ്യാടിയുടെ കറാമത്താട് വെളിവായി പറഞ്ഞ വാക്കുകൾ മുഴുവൻ തെറ്റ്. ഓരോന്നും ഷാഫി ഇമാമിന്റെ ഉസ്താദ് ഷാഫി ഇത് പറഞ്ഞപ്പോ നൗഷാദിനെ വിളിച്ചപ്പോ നൗഷാദ് തന്നെ ഗുളി കുടിച്ചാനാണ്. അത് പറഞ്ഞു കൊടുത്താ പോരെ? പൊന്നാര കുട്ടിയെ, സംഭവം എന്താന്ന് വെച്ചാൽ ചങ്ങായിക്ക് ചെറിയൊരു ബാഗ് പറ്റിയതാട്ടോ. ഞങ്ങളെ പ്രസംഗിച്ച മൂലയൊരു ഗുളിക കുടിച്ചിരുന്നില്ല, അയാൾ രാവിലെ ഗുളിക കുടിച്ചിരുന്നില്ല. അപ്പൊ ആ ഗുളിക കുടിച്ചാത്തത് കൊണ്ട് ഉണ്ടായ സംഭവമാണത്. ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോണ്ട് മൂപ്പരെ ഞങ്ങൾ കൃത്യമായിട്ട് ഗുളിക കുടിപ്പിച്ചോണ്ട്, അങ്ങനെ ഇനി ഗുളിക കൃത്യമായിട്ട് കുടിച്ചാൽ ഇനി അങ്ങനെ മൂപ്പരെ അടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇന്ന ആളാണ് ഉസ്താദ് എന്നാണ് പറഞ്ഞു കൊടുത്താൽ പോരെ? അതിന് പകരം വിളിച്ച ആളോട് ഗുളിക കുടിച്ചാൻ പറയാം. പ്രസംഗിച്ച് കുടിച്ചതിന്റെ ഗുളികക്ക് വിളിച്ച ആളോട് ഗുളിക കുടിച്ചാൻ പറയാം. ഈ ജാതിയൊക്കെ ഭർത്താനായിട്ട് നടക്കുന്ന ആൾക്കാർ ആ സദസ്സിലും സ്റ്റേജിൽ കുറച്ച് മൊയന്തുകളുണ്ടല്ലോ. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോളും സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരായിട്ടാ കളി.